ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡും ചിക്കനും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈവനിങ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലേക്ക് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് 250 ഗ്രാമോളം ചിക്കൻ, ഒരു 2 പിഞ്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾ ഒരുപാട് കൂടണ്ട കേട്ടോ, കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ബട്ടറിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു സ്നാക്കിൽ. അപ്പോൾ അതിൽ നിന്ന് കടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കിട്ടുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചിക്കൻ പീസസ് ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടറിന് പകരം ഓയിൽ എടുക്കുക കേട്ടോ, പക്ഷേ ബട്ടറിലാകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു സ്നാക്കിലേക്ക്. അതിനുശേഷം ഈ ഒരു ബട്ടറിലേക്ക് ഏകദേശം ഒരു 3-4 അല്ലി വെളുത്തുള്ളി നല്ലപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം. ഈ ഒരു ടൈമിൽ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ ഈ ഒരു ബട്ടറിൽ വഴറ്റിയെടുക്കുമ്പോൾ, അതുവരെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സവാളയും 1/2 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വേറെ കളേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നങ്ങ് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ടുള്ള ചെറിയ പീസ് ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഈ ഒരു ഫില്ലിങ് വഴന്നങ്ങ് ഉടയാൻ പാടില്ല, നമുക്കിതിൽ നിന്ന് കടിക്കാൻ കിട്ടണം, അപ്പോൾ ടേസ്റ്റാണ്. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടതാണല്ലോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജീസ് എല്ലാം കണ്ടില്ലേ, ചെറുതായിട്ട് ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയായിട്ട് ഒരുപാട് വഴറ്റിയെടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ പീസസ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മിക്സിംഗ് ഒക്കെ ചെയ്യട്ടെ, എങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഒറിഗാനോ ഇല്ല, നമ്മൾ പിസയ്ക്കൊക്കെ ചേർക്കുന്നില്ല, ആ ഒരു ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കുക, എരിവ് നോക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വേറെ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ, കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഫില്ലിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. പാൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു സ്പേസ് വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുഞ്ഞു പീസ് അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിൽ നിന്ന് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൈദ ചെറുതായിട്ട് അങ്ങ് കളർ മാറി തുടങ്ങുമ്പോൾ ഇതുപോലെ ഫില്ലിങ്ങിൽ മൊത്തത്തിൽ അങ്ങാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാലും കൂടി ചേർത്ത് മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ക്രീമി ടെക്സ്ചറായി വന്നില്ലേ. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മൈദയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു വൈറ്റ് സോസ് പോലെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിൽ ആ ഒരു വൈറ്റ് സോസും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ക്രീമി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഈ ഒരു ടൈമിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി ഫില്ലിങ്ങായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ എൻ്റെ ഇതിപ്പം കണ്ടില്ല, എല്ലാ സൈഡും ഒരേ സൈസ് തന്നെ ആയിട്ടുള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കാരണം ചില സൈഡ് ഒടിഞ്ഞ പോലത്തെ ഒക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ബ്രെഡ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുക്കി കട്ടറോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും റൗണ്ട് കട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നത് നല്ലപോലെ മാക്സിമം ആ ഒരു വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയൊരു ബ്രൗൺ പാർട്ടൊന്നും ഉള്ളിലായി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം അപ്പോൾ അത്രയും ബ്രെഡ് വേസ്റ്റ് ആകാതെ നമുക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എത്രത്തോളം ഫില്ലിംഗ് ആകിയിട്ട് അതിന് എത്രത്തോളം ബ്രെഡ് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് ബ്രെഡിനെ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ, പരത്തിയെടുക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ലിങ് നിറക്കാം.
അപ്പോൾ ഇതുപോലെ ഒരു പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ കെച്ചപ്പോ എന്താണോ ഇഷ്ടമുള്ളത് അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതിന് പകരം മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അടുത്ത വേറൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അവിടെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ നമ്മൾ റെഡിയാക്കി വെച്ചില്ല, അത് എത്രത്തോളം ബ്രെഡിൽ കൊള്ളുന്നോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ഒട്ടി നിന്നോളും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു ക്രീമി ആയിട്ടല്ലേ ഫില്ലിങ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ ഒട്ടി നിന്നോളും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ സോസ് റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു മറ്റേ പീസും കൂടി ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ തന്നെ ഒട്ടി നിന്നോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രീമി ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ, കണ്ടില്ല സൈഡിൽ നിന്നും വീഴുന്നോ ഒന്നുമില്ല. നമ്മുടെ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവിന് എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർ എടുക്കുന്ന ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും. എനിക്കിപ്പോൾ 8 പീസ് കിട്ടിയിട്ടുണ്ടല്ലോ, അത്ര കിട്ടണം എന്നില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടി ഒന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടറിന് പകരം നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യുക. ബട്ടറിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് ചൂടായി മെൽട്ടായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു ബ്രെഡിൻ്റെ സ്നാക്ക് എത്രത്തോളം പാനിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം വെച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ 4 പീസായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. സാധാ നോർമൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല ബട്ടറിൽ, അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സൈഡായ സമയത്ത് ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത്, കണ്ടില്ല നല്ലൊരു ഭംഗിയുള്ളൊരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇത്രയും മതി കേട്ടോ. ഒരുപാട് മൊരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് സ്പാച്ചിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇളകി പോകുന്നൊന്നുമില്ലല്ലോ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ, അവിടെ തന്നെ ഒട്ടി നിന്നോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ 2 സൈഡും ഇതേ കളറായി കഴിഞ്ഞാൽ നമുക്ക് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ബ്രെഡും ചിക്കനൊക്കെ ക്യാപ്സിക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 4 കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് മൊത്തത്തിൽ റെഡിയായി ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. സെർവ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. ആ ഒരു ഫില്ലിങ് ശരിക്കും എടുത്ത് പറയാട്ടോ. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്നാക്ക് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എൻ്റെത് ചെറിയ ബ്രെഡ് സ്ലൈസ് അല്ല, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം എന്നുള്ള രീതിക്ക് കഴിക്കാം. വലിയ സ്ലൈസ് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ പകുതിയായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയും മതി. അപ്പോൾ ഇത്രയും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്റ്റാർ ആവട്ടെ നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്